ചെറുപ്പക്കാരിൽ നിന്നാണ് ലോകത്തെ മാറ്റിമറിച്ച സമരങ്ങളും കലാപങ്ങളും വിപ്ലവങ്ങളും എല്ലാം തുടങ്ങിയത്. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് വേണ്ട നമ്മുടെ കാലത്ത് മുല്ലപ്പൂ വിപ്ലവം എന്ന് പേരുകേട്ട അറബ് സ്പ്രിങ്ങിനും ഇന്ത്യൻ കർഷക സമരത്തിനും വരെ ആദ്യ അണികളായത് ചെറുപ്പക്കാരാണ്. അസമത്വങ്ങൾക്കെതിരായും ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ടും ലോകത്തിന്റെ പല കോണുകളിലും അവിടങ്ങളിലെ ഭരണകൂടങ്ങൾക്കെതിരെ ചെറുപ്പക്കാർ ഈ നിമിഷവും സമരത്തിലുണ്ട്. പക്ഷേ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഉറച്ച് പ്രത്യയശാസ്ത്ര ശരികളിൽ പ്രചോദിതമല്ലാത്ത ഒന്നും ലോകത്തെ പുത്തൻ പോരാട്ടങ്ങളെ ഇപ്പോൾ വേറിട്ട് നിർത്തുകയാണ്. എന്നിരുന്നാലും ആ സമരങ്ങളിലേറെയും മാനുഷിക ധാർമ്മികതയുടെ ഉറച്ച പ്രഖ്യാപനങ്ങളുമാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ സാധ്യമാകുമെന്നാണ് ചോദ്യമെങ്കിൽ RDX റാപ്പ് കണ്ടുവരാം. പ്രശസ്തമായ ജാപ്പനീസ് മാംഗ അനിമെ സീരീസിൽ നിന്ന് പ്രചോദിതമായി സമര പ്രതീകമായി മാറിയ പതാകയാണിത്. 1997 പുറത്തിറങ്ങിയ ജാപ്പനീസ് ആനിമേഷൻ സീരീസിൽ അഴിമതിക്കാരും അടിച്ചമർത്തുന്നവരുമായ ഭരണാധികാരികളെ ചെറുക്കുന്ന ഒരു കൂട്ടം സ്ട്രോ ഹാറ്റ് കടൽ കൊള്ളക്കാർ വഹിക്കുന്ന പതാകയാണിത്. അതിന്റെ അർത്ഥം അതിർത്തികൾക്കപ്പുറം പ്രതിധ്വനിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാനിട്ട സർക്കാരിനെതിരെ നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭകർ തെരുവിലിറങ്ങിയപ്പോൾ കയ്യിൽ വൺ പീസ് പതാകയുണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി സർക്കാരിനെതിരെയുള്ള കലാപ സൂചകമായി ഉയർന്നതും വൺ പീസ് പതാക തന്നെ. മനിലയിലെ ലുനെറ്റ പാർക്കിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടിയപ്പോൾ വൺ പീസ് പതാക ജനക്കൂട്ടത്തിന് മീതെ പാറി പറന്നു. തായ്ലൻഡിലും മ്യാൻമറിലും ജൻസി പ്രക്ഷോഭകർ ഉപയോഗിക്കുന്ന മറ്റൊരു സമര പ്രതീകമാണ് 3 ഫിംഗർ സല്യൂട്ട്. ഹങ്കർ ഗെയിംസ് എന്ന ചലച്ചിത്ര പരമ്പരയുടെ സ്വാധീനം. പക്ഷേ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന എക്കാലത്തെയും വലിയ സമര മുദ്രാവാക്യത്തിന്റെ പുത്തൻ പ്രതീകമായാണ് ജൻസി ഈ ചിഹ്നത്തെ ഏറ്റെടുത്തത്. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്താണ് ഈ വൺ പീസ് പതാക? മഞ്ഞ വൈക്കോൽ തൊപ്പി ധരിച്ച ഒരു തലയോട്ടിയും കുറുകെ വെച്ച 2 അസ്ഥികളുമുള്ള പതാകയാണ് 1997 ഇറങ്ങിയ സ്ട്രോ ഹാറ്റ്സ് പൈറേറ്റ്സ് എന്ന ജാപ്പനീസ് അനിമെ സീരീസിലെ ഒരു പ്രതീകമാണ്. വൺ പീസ് എന്ന നിധി തേടി പരിവേഷണത്തിന് ഇറങ്ങുന്ന മങ്കി ഡി ലഫഫി എന്ന ചെറുപ്പക്കാരന്റെ കഥയാണിത്. സ്വേച്ഛാധിപത്യത്തിനും അഴിമതിക്കുമെതിരെ പോരടിക്കുന്ന സംഘത്തിന്റെ കൊടി അടയാളമാണ്. വൺ പീസിന്റെ ആഗോള പ്രശസ്തി പരിശോധിച്ചാൽ സ്ട്രോ ഹാറ്റ്സ് പൈറേറ്റ്സ് ആഗോള പ്രശസ്തി നേടിയ മാംഗ അനിമെ സീരീസാണ്. കോമിക്സ്, അനിമേഷൻ, കാർഡ് ഗെയിം, വീഡിയോ ഗെയിം രൂപത്തിലെല്ലാം വന്ന കഥയാണ്. 2023 നെറ്റ്ഫ്ലിക്സ് TV സീരീസുമായും വൺ പീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ആഗോള പ്രശസ്തി ജൻസികൾക്കിടയിൽ വൺ പീസിന് വലിയ സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. ഇതെങ്ങനെ ഒരു സമര പ്രതീകമായി എന്ന് പരിശോധിച്ചാൽ ഇന്തോനേഷ്യൻ ചെറുപ്പക്കാർ സർക്കാരിനെതിരെ വീടുകളിൽ വൺ പീസ് പതാക ഉയർത്തി. മോട്ടോർ ബൈക്കുകളിലും കാറുകളിലും ട്രക്കുകളിലും വൺ പീസ് പതാക സ്ഥാപിച്ചു. ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യ ദിനത്തിലും വൺ പീസ് പതാക ഉയർത്തിയത് ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചു. ദേശീയ ഐക്യം തകർക്കാനുള്ള ശ്രമമാണിതെന്ന് ആരോപിച്ച് സുരക്ഷാ സൈന്യം ചെറുപ്പക്കാരോട് ഏറ്റുമുട്ടി. നേപ്പാളിലെ പാർലമെന്റ് കൊട്ടാരത്തിന്റെ സുവർണ കവാടങ്ങളിൽ വൺ പീസ് പതാക ഉയർത്തിക്കെട്ടി. KP ശർമ്മ ഒലി സർക്കാരിന്റെ പതനം വരെ എത്തിയ പ്രക്ഷോഭത്തിലെ പ്രധാന മുദ്രയായും ഇത് മാറി. ഫിലിപ്പീൻസ് തെരുവിലിറങ്ങിയ രോഷാകുലരായ ചെറുപ്പക്കാരും ഇതേ പതാക ഉയർത്തിക്കാട്ടുകയായിരുന്നു. മനിലയിലെ ലുനെറ്റ പാർക്കിൽ പ്രതിഷേധക്കാർ പടുകൂറ്റൻ വൺ പീസ് പതാകകൾ സ്ഥാപിച്ചു. 3 ഫിംഗർ സല്യൂട്ട് എന്ന സമരമുദ്ര. തായ്ലൻഡിലും മ്യാൻമറിലും ജൻസി ചെറുപ്പക്കാരുടെ സമരമുദ്ര 3 ഫിംഗർ സല്യൂട്ട് ആയിരുന്നു. ഹങ്കർ ഗെയിംസ് എന്ന ചലച്ചിത്ര പരമ്പരയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ സമരബിംബം. 2014 തായ്ലൻഡിലെ ഭരണ അട്ടിമറിക്ക് ശേഷമാണ് ഈ ആംഗ്യം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. ശേഷം മേഖലയിൽ ഉടനീളം ഐക്യദാർഢ്യത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ചിഹ്നമായി മാറി. യാങ്കോണിൽ സൈനിക അട്ടിമറിക്കെതിരെ 3 ഫിംഗർ സല്യൂട്ടുമായി ചെറുപ്പക്കാർ തെരുവിലിറങ്ങുകയായിരുന്നു. നിലവിൽ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലെ സമരമുഖങ്ങളിലും ജൻസി 3 ഫിംഗർ സല്യൂട്ടുമായി എത്തുന്നുണ്ട്. സമൂഹ മാധ്യമ സമരങ്ങളാണ് ഇപ്പോൾ കൂടുതലായി നടക്കുന്നത്. നേപ്പാൾ കലാപം കത്തിപ്പടർന്നത് നെപ്പോ കിഡ്സിനെതിരായ വൈറൽ പോസ്റ്റിൽ നിന്നാണ്. പ്രവിശ്യ മന്ത്രിയുടെ മകനായ സൗഗത് ധാപ്പയുടെ ഒരു ഫോട്ടോ വൈറലായിരുന്നു. സമ്മാനപ്പെട്ടികളുടെ കൂമ്പാരത്തിന് നടുവിൽ നിൽക്കുന്ന ധാപ്പയുടെ ഫോട്ടോ ജൻസികൾ പങ്കുവച്ചു. നെപ്പോ കിഡ്സിന്റെ വിദേശ അവധിക്കാല യാത്രകൾ, മാളികകൾ, സൂപ്പർ കാറുകൾ തുടങ്ങിയ ഫോട്ടോകളും പങ്കുവെക്കപ്പെട്ടു. ടിക്ടോക്കും AIയും സമരായുധമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. നേപ്പാൾ ജെൻസി സമര വീഡിയോകളും റീലുകളും നിർമ്മിച്ചത് AI ടൂളുകൾ ഉപയോഗിച്ചാണ്. ChatGPT, ഗ്രോക്ക്, ഡീപ്സീക്ക്, വീട് തുടങ്ങിയവയിൽ നിർമ്മിച്ച വീഡിയോകൾ ടിക്ടോക്കിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അബ്ബ ബാൻഡിന്റെ ഗാനമായ ദ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ റീലുകൾ സമരഗാനമായി മാറി. ഡിസ്കോഡ് എന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വഴിയും വിപുലമായ സമരസംഘാടനം നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സനീഷ, ഇതിപ്പോൾ വലിയ യുവജന മുന്നേറ്റം എന്നെല്ലാം പറയുമ്പോഴും ഒരു അരാജകത്വ രാഷ്ട്രീയ കൂട്ടായ്മയാണ്. അത് ആശ്വാസകരമാണ്.
ആശ്വാസകരമാണോ എന്ന് ചോദിച്ചാൽ അതിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ നേപ്പാൾ കണ്ടല്ലോ. നേപ്പാളിൽ ഇപ്പോൾ ഇതിനകത്തുള്ളൊരു പൊതു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന സിംബോൾസ് ഇങ്ങനെ ഒക്കെ ഏത് തരത്തിലാണെങ്കിലും സിംബിൾസ് അവരവരുടെ ജീവിതത്തിൽ നിന്ന് അവർ സ്ഥിരമായിട്ട് കാണുന്നിടത്ത് പൊക്കിയെടുക്കുന്നതാണ്. അത് അധികാര രൂപങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഏഷ്യക്കകത്താണെങ്കിലും ഇപ്പോൾ നേപ്പാളിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും മ്യാൻമറിലാണെങ്കിലും ഒക്കെ മ്യാൻമറിലൊക്കെ പട്ടാള ഭരണകൂടത്തിനെതിരെയുള്ള ഐക്കണിക്കായിട്ടാണ് ഈ ഫ്ലാഗൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു അതൃപ്തി, അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതൃപ്തി മാത്രമല്ല. യഥാർത്ഥത്തിൽ ബിനിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങേയറ്റം അഗ്രസീവായിട്ടുള്ള ലോകത്ത് അക്രമങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഈ ചെറിയ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹിറ്റ്ലർ നടന്ന അതിക്രമങ്ങളെന്ന് വെച്ചാൽ ചരിത്ര പുസ്തകത്തിൽ പാഠപുസ്തകത്തിലുള്ളൊരു കാര്യമാണ്. പിന്നെ വല്ലപ്പോഴും സിനിമ കാണുന്ന ആൾക്ക് ഇത് കാണാം എന്നല്ലാതെ മനുഷ്യരോട് മനുഷ്യർ ഇത്രമാത്രം വലിയ അതിക്രമം ചെയ്യുന്നത് നേർക്കുനേർ അറിയുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഗാസയിലെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല ടെക്നോളജി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അപ്പം തന്നെ അറിയുകയും ചെയ്യും. അപ്പോൾ കടുത്ത അതൃപ്തി ആളുകൾക്കുള്ളിൽ വരികയാണ്. അതൃപ്തി ആഗോളീകരിക്കപ്പെട്ടിട്ട് അതിൻ്റെ സിമ്പിൾസായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ ഈ ജപ്പാനിൽ നിന്നുള്ള വിഷ്വൽ ആർട്ടാണ് ഇങ്ങനെ എല്ലായിടത്തേക്ക് പരക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നാൾ ഗിബിലി എന്ന് പറയുന്ന ഗിബിലി സ്റ്റുഡിയോയുടെ ഫോട്ടോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാവരും, അത് ജപ്പാൻ സംഗതിയായിരുന്നു. കൊറിയൻ പാട്ടുകൾ വല്ലാത്ത തോതിൽ ഹിറ്റാവുകയാണ്. അപ്പോൾ ഈ ഏഷ്യയിൽ നിന്ന് ഒരു കാലത്ത് അമേരിക്കയാണ് ഈ സംസ്കാരത്തെ നിർണ്ണയിച്ചിരിക്കുന്നതെങ്കിൽ സംസ്കാരത്തിന് വേണ്ട എല്ലാ അടയാളങ്ങളും അമേരിക്കയാണ് കൊടുത്തിരുന്നതെങ്കിൽ ഡ്രസ്സിംഗ് ഉൾപ്പെടെ മാറി. അതായത് അമേരിക്കയായിരുന്നു ഒരു കാലത്ത് എല്ലാ സാംസ്കാരിക സംഭവങ്ങളും ലോകത്തിന് കൊടുത്തിരുന്നത്. അവർ കൊടുക്കുന്ന കോപ്പി അടിക്കുക എന്നുള്ളതായിരുന്നു മറ്റു രാജ്യങ്ങളുടെയെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ അപ്രമാദിത്വം നഷ്ടമായിപ്പോയി. അതായത് ഈ കൊറിയയും ജപ്പാനും അതിൽ തന്നെ സമരങ്ങൾക്ക് അല്ലെങ്കിൽ അവരവരെ പ്രതിബിംബിക്കാൻ വേണ്ടിയിട്ട് ജപ്പാനിലെ ആളുകളെ എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വിഷയങ്ങളാണ്. ഒന്ന്, ആഗോളീകരിക്കപ്പെട്ട ഈ സമരം, അവരുടെ രോഷം. ഇത് ഇപ്പം മ്യാൻമറിൽ അവിടുത്തെ പട്ടാള ഭരണകൂടത്തിന് നടപടികൾക്കെതിരെയാണ്. നേപ്പാളിൽ അവിടുത്തെ ഭരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രശ്നം നടന്നതെങ്കിൽ അവരുടെ ഉള്ളിൽ ഗാസയും ഉക്രൈനും ഒക്കെ ഈ യുദ്ധകാല സാഹചര്യം അങ്ങേയറ്റം മോശമായിട്ടുള്ള ഈ ലോക സാഹചര്യം തന്നെയുണ്ട്. അവർ ജീവിക്കുന്ന ലോകത്തോടുള്ള രോഷം നിശ്ചയമായിട്ടും അതുണ്ട്. അതിന് അവരുടെ മുന്നിൽ കാണുന്ന ഏറ്റവും പുതിയ ഐക്കൺസ് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരൊറ്റ കാര്യം തോന്നുന്നത്, നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രധാനപ്പെട്ട വലിയ ആശയങ്ങളാണല്ലോ, ആശയങ്ങൾക്കൊന്നും ഈ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുണ്ടോ? അതുണ്ട്. അതായത് ഇപ്പം ഇവിടെ വലിയ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അതൊക്കെ അതാത് രാജ്യങ്ങളിൽ അത്തരം ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഗംഭീരമായിട്ട് കാണുന്ന പല പ്രത്യയശാസ്ത്രങ്ങളും ഭരിക്കുന്ന ഇടങ്ങളിൽ അവർ പരാജയപ്പെട്ടു. ഇപ്പം നേപ്പാളിൽ അവിടെ കമ്മ്യൂണിസമാണ്, അല്ലെങ്കിൽ വലിയ തോതിൽ ഈ മാവോയിസ്റ്റുകളാണല്ലോ വന്നിരുന്നത്. അവിടെ അവർ വന്നിട്ട് രാജാധിപത്യത്തിൽ നിന്ന് മാറിയിട്ട് അവർ ജനാധിപത്യത്തിലൂടെ വന്ന് അവർക്ക് അധികാരം കൊടുത്തു. പക്ഷേ അവർക്ക് ഇവരുടെ പ്രതീക്ഷകളെ, അതായത് ലോകത്തെക്കുറിച്ച് ഇവർ പുറത്തിങ്ങനെ കാണുമ്പോൾ നേപ്പാളിൽ അവരുടെ പ്രതീക്ഷകളെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നത് നിശ്ചയമായിട്ടും അവിടുത്തെ സമരങ്ങളുടെ ഒരു ഫലമാണ്. പക്ഷേ നമ്മളപ്പോൾ വിമർശിക്കുമ്പോൾ നമുക്ക് പറയാം, അതായത് ഇത് പ്രത്യയശാസ്ത്രപരമായിട്ട് ശരിയല്ല, ഇത് ആകെത്തുകയെടുത്താൽ കുഴപ്പമാണ്, ഇതിൻ്റെ ഭാവി ഇതിനേക്കാൾ വലിയ മോശമായിരിക്കും. ഇപ്പം നമ്മുടെ അവിടെ മുല്ലപ്പൂ വിപ്ലവമൊക്കെ നടന്നതിന് ശേഷം ആ രാജ്യത്തുണ്ടായത് എന്താണ്? വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പം തകർന്നു പോകുന്ന പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നു പോകുമ്പോൾ ആ രാജ്യങ്ങളിൽ ഗുണമല്ല വരെ ദോഷവും വരും. അപ്പോൾ സമരം നടത്തുന്നത് ചിലപ്പം അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും. പക്ഷേ അത് സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സമരത്തിന് കാരണമാകുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ സമരാനന്തരം രാജ്യങ്ങൾ തകർന്നു പോകുന്നതിന് ഉത്തരവാദികൾ, ചെറുപ്പക്കാരല്ല. അതെ, അവസാനിപ്പിക്കാം. സമരം ചെയ്യാതിരിക്കാൻ യുവതയ്ക്കാവില്ല. അതെക്കാലവും ലോകത്തിന്റെ നൈസർഗിക സ്വഭാവമാണ്. പക്ഷേ സ്പഷ്ടമായ രാഷ്ട്രീയ ദിശയുടെ അഭാവം ലോകത്തെവിടെയും നടക്കുന്ന പുതിയ കാല സമരങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് പറയാതെ വയ്യ. അത് നമ്മളെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതയെ മാത്രം RDX കാണുകയാണ്. പുതിയ കാലം, പുതിയ സമരമാർഗങ്ങൾ, പുതിയ സമരമുഖങ്ങൾ, പുതിയ സമരായുധങ്ങൾ. എല്ലാ സമരങ്ങളും നേരിട്ടോ പരോക്ഷമായോ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയെന്ന് നമുക്ക് തൽക്കാലം ആശ്വസിക്കാം. അരാഷ്ട്രീയമായി തുടങ്ങുന്ന സമരങ്ങൾ പിന്നെ ദൃഢമായ രാഷ്ട്രീയ രൂപം ആർജിക്കാനുള്ള സാധ്യതയുമുണ്ട്. അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന മസ്തിഷ്കങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താനുള്ള ഊർജവും തീർച്ചയായും ഉണ്ടാകട്ടെ എന്ന് RDX ആശംസിക്കുന്നു.